Praise to Jesus, hallelujah. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ബന്ധങ്ങള് സ്വന്തങ്ങള് നമ്മെ മറന്നാലും മറക്കാത്ത ഒരു കർത്താവ് ഈ ദിവസം വരെ നമ്മെ നടത്തി പരിപാലിച്ചു. എത്ര പ്രതികൂലങ്ങൾ, എത്ര പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. അവയിൽ നിന്നൊക്കെയും വിടുവിച്ചു. അനേക ഭാരങ്ങളും പ്രയാസങ്ങളുമായി നടക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും അതേ നമ്മുടെ ഇതര മീഡിയകൾ, മറ്റ് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഈ സാക്ഷ്യം ഇന്ന് കേൾക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്കിൽ പറയട്ടെ. പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ അതിജീവിച്ച അനുഭവ കഥകളാണ്, അനുഭവ സാക്ഷ്യങ്ങളാണ്, ജീവിതത്തിന്റെ പച്ചയായ സത്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ പ്രിയപ്പെട്ടവർ അവരുടേതായ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നത്. ആകയാല് ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ ദാസി ഡീന ജോർജ് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതയേറിയ ഒരു ശുശ്രൂഷകയാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ താൻ കുടുംബമായിട്ട് കർത്തൃവേലയിലായിരിക്കുകയാണ്. കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ ലൈനിലായിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ നോർത്ത് ഇന്ത്യയിലെ ജാർഖണ്ഡ് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പപ്പ മരിച്ചുപോയി. പിന്നെ എനിക്കൊരു അനിയത്തിയും കുടുംബം, അവര് ബാംഗ്ലൂരിലെ സെറ്റിലാണ്. പിന്നെ എന്റെ ഹസ്ബൻഡും 3 മക്കളും, പിന്നെ ഹസ്ബൻഡിന്റെ കുടുംബവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങള് ജാർഖണ്ഡിൽ കർത്തൃവേലയിലായിരിക്കുന്നു? കർത്താവിന്റെ വേലയിലായിരിക്കുന്നു ജാർഖണ്ഡില്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ നമുക്ക് അവസരമുണ്ട്. സിസ്റ്ററുടെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ, കർത്താവിനെ കണ്ടെത്തുവാനുണ്ടായ കാരണങ്ങളൊക്കെ ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പങ്കിടുവാൻ അവസരമുണ്ട്. കർത്തദാസി സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കും മുൻപായിട്ട് പ്രിയ പ്രേക്ഷകരെ ഒരു നിമിഷം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവെ, ഈ അനുഗ്രഹീതമേറിയ നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ നെറ്റ്, ഞങ്ങളുടെ സിസ്റ്റം എല്ലാം ഒരു വിധത്തിലും തടസ്സമുണ്ടാകുവാൻ അനുവദിക്കാതെ കർത്താവെ ഇത് കൃത്യമായിട്ടായിരിക്കാൻ ഇടയാക്കണമേ. ഒരു വിധത്തിലും ഇതിൻ്റെ അകത്ത് ശത്രു പ്രവർത്തിപ്പാൻ അനുവദിക്കരുതേ. കർത്താവെ, ലൈവിലേക്ക് അനേകരെ കൂട്ടി വരുത്തണം. കർത്താവെ, ഈ സാക്ഷ്യത്തിന്റെ ഓരോ വാചകങ്ങളും അവരുടെ ഹൃദയത്തിന് ആശ്വാസമായി മാറുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമേ. അവരുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിന്റെ അനുഭവ കഥകൾ മറ്റുള്ളവരെ ഉറപ്പിക്കുവാനായിട്ട് പറയുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തിയാട്ടെ, ശക്തീകരിച്ചാട്ടെ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, വിവിധ മീഡിയകളിലൂടെ ഈ സാക്ഷ്യം ലൈവിലൂടെയും അല്ലാതെയും ഒക്കെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്നവരെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയുടെ ബാല്യകാലത്തിലെ സ്മരണകൾ
ജീവിതാനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, പ്രേക്ഷകരോട് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ ഒക്കെ സാക്ഷിക്കുവാൻ സമയമുണ്ട്. കർത്താവിന്റെ ദാസിക്ക് തുടർന്നുള്ള സമയങ്ങൾ വേർതിരിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ഈ ലൈവ് പ്രോഗ്രാമിൽ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്ത പ്രിയ ബീന സിസ്റ്ററിനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മുഖാന്തരം വഴിയായി കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, എന്റെ സാക്ഷ്യത്തിൽ കൂടെ കർത്താവിനെ ഉയർത്തുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ വീടും സ്ഥലവും ഒക്കെ കാസർഗോഡായിരുന്നു. ഞങ്ങള് കോട്ടയംകാരാണെങ്കിലും കാസർഗോഡോട്ട് കുടിയേറി പാർത്തവരാണ്. അപ്പം എന്റെ പപ്പായും മമ്മിയും രണ്ട് വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട്, കാത്തലിക് ഓർ യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ എല്ലാ ചർച്ചുകളിൽ കൂടെയും കടന്നു പോകാൻ, നാമധേയ ചർച്ചുകളിൽ കൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളിൽ കൂടെ കടന്നു പോകാനും പെന്റകോസ്റ്റൽ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ വിഭാഗത്തിലുള്ള പെന്റകോസ്റ്റൽ ചർച്ചുകളിൽ കൂടെയും കടന്നു പോകാൻ ദൈവം എന്റെ ജീവിതത്തിൽ അവസരം തന്നു. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ബാല്യകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മാതാപിതാക്കൾ, ഞാനൊരു ബ്രോക്കൺ ഫാമിലിയിലായിരിക്കുന്നത്. മാതാപിതാക്കൾ, എന്റെ പിതാവ് വലിയ മദ്യപാനിയായിരുന്നു, മദ്യത്തിന് അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ വിളിക്കുന്ന ഒരു അനുഭവമില്ലായിരുന്നു. അങ്ങനെ മാതാവും പിതാവും പാമ്പാടിയുടെ പ്രദേശത്ത് അവര് അങ്ങനെയുള്ള ബിസിനസ്സുകളിലൊക്കെ ആയതുകൊണ്ട് ഫാമിലി ലൈഫിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എന്റെ ചെറുപ്രായം എന്റെ പിതാവിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്, കുഞ്ഞിലെ തൊട്ട്. അതുകൊണ്ട് മാതാവും പിതാവുമായിട്ടുള്ള ഒരു ജീവിതം, ചെറുകാലത്തിലെ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് എനിക്ക് അത്ര, സ്വന്തം അപ്പനും അമ്മയുടെ കൂടെയുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്കില്ല. ഇപ്പോൾ ആ പാട്ട് പാടിയതുപോലെ ആരൊക്കെ മറന്നാലും മറക്കാത്ത കർത്താവുണ്ട്. പക്ഷെ അന്ന് കർത്താവിനെ അറിയാൻ കഴിയാത്ത സമയങ്ങളായിരുന്നു. ഹല്ലേലൂയ. അപ്പം എന്റെ പപ്പായുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വളരുന്നത്, കാസർഗോഡ്. അതുകൊണ്ട് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ചെറുപ്പം തൊട്ട് ഞാൻ പള്ളിയിൽ പോകുന്നതൊക്കെ. എന്റെ ഒരു 7ാം ക്ലാസ് വരെ ആ ഒരു അനുഭവത്തിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ ആരാണെന്നോ ആ ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് ലഭിക്കാൻ ഇടയായില്ല. അവിടുത്തെ സൺഡേ സ്കൂളിൽ പോകും, മാതാവിനോടുള്ള പ്രാർത്ഥന, ഗീവർഗീസ് പുണ്യാളനോടുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനകളല്ലാതെ ഒരു വ്യക്തിപരമായ ബന്ധമില്ലായിരുന്നു. അങ്ങനെ എന്റെ പപ്പായും മമ്മിയൊക്കെ ഇടയ്ക്കൊക്കെ വരും. അവരിപ്പം നാട്ടിലാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെയും കൂടി ആയിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതം, സ്നേഹം ലഭിക്കാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഇടയായില്ല. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്റെ പിതാവ് കടന്നു വന്ന് വളരെ ഭാരത്തോടെ, താടിയൊക്കെ വളർത്തി വല്ലാത്ത അവസ്ഥയിലാണ് കടന്നു വന്നത്. എന്താണ് പിതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് എന്റെ പിതാവിന്റെ ഫാമിലി ലൈഫ് വളരെ തകർന്ന ഒരവസ്ഥയിലായി പോയി. എന്റെ മാതാവ് പിതാവിൽ നിന്ന് മാറിപ്പോയ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ, ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ പിതാവ് വന്നപ്പോൾ വളരെ നല്ല ഒരു മുഖപ്രകാശത്തോടുകൂടെ കടന്നു വന്നു. അപ്പൊ എന്താണ് ഈ മാറ്റം ഉണ്ടായതെന്ന് പിന്നീടാണ് അറിയുന്നത്. 87-ലെ സംഭവമാണ്. അങ്ങനെ മമ്മി പിണങ്ങി പോയതിന്റെ വിഷമത്തില് ആത്മഹത്യ ചെയ്യണമെന്നുള്ള വക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രെയർ മീറ്റിംഗിലേക്ക് പപ്പായെ മമ്മിയുടെ അനിയത്തി കൊണ്ടുപോയി. ആ മീറ്റിംഗിൽ വെച്ച് ആദ്യമായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അതിനു മുന്നേ പള്ളിയിൽ പോകുകയോ ദൈവമേന്ന് വിളിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അന്ന് നിരാശയുടെ മധ്യത്തിൽ യേശുവിനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു യേശുവിന്റെ മകനായി തീർന്നപ്പോൾ ആ മുഖഭാവം തന്നെ മാറി, ജീവിതം തന്നെ മാറുവാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് മലബാറിലേക്ക്, ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പം എന്റെ പിതാവിന്റെ സിറ്റുവേഷൻ ഒന്നും പിതാവിന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, നിന്റെ മക്കളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാ, മക്കളെ മുന്നോട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മലബാറിന്റെ പ്രദേശത്ത് അവിടെ മലകളാണ്, നല്ല സ്കൂളുകളൊന്നുമില്ല, സർക്കാരി സ്കൂളിലാണ് പഠിച്ചത് 7ാം ക്ലാസ് വരെയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു. പപ്പ 7ാം ക്ലാസ്സിൽ
പഠിക്കുന്ന സമയത്ത് പപ്പായുടെ ജീവിതം, എന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പപ്പായുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. എല്ലാ വിധത്തിലും തകർന്നു, സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. എന്നാ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരുള്ള ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ ഒരു ഓഫീസില് പപ്പായ്ക്ക് ഒരു ചെറിയ ജോലി ലഭിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ പപ്പ അവിടെ കടന്നുപോയി. സുവിശേഷ വേലയുടെ ഒരു ഭാഗമായിട്ട് അവിടെ ജോലിയിലായി. അങ്ങനെ ആയിരുന്ന സമയത്ത് അവിടെയുള്ള ചില അങ്കിൾമാരോട് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി, എന്റെ അനിയത്തി അന്നേരം മമ്മിയുടെ വീട്ടിൽ നിന്ന് പാമ്പാടിയിലാണ് വളരുന്നത്. ഞങ്ങൾ തമ്മിലും ചെറുപ്രായത്തിൽ അധികം ബന്ധങ്ങൾ അങ്ങനെ കണ്ടൊന്നും ഒരു പരിചയമില്ല, ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇതൊന്നുമില്ല. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൃശ്ശൂരുള്ള ഒരു ഓർഫണേജിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ആ ഒരു സാഹചര്യമായിരുന്നു പപ്പയുടെ ജീവിതത്തില്. അത് CSIക്കാരുടെ ഓർഫണേജ് ആയിരുന്നു. KNH എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അങ്ങനെ ജർമ്മനിയിലുള്ള അവരുടെ സ്പോൺസർഷിപ്പിൽ എനിക്ക് പഠിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ എല്ലാം ഉള്ള ഒരു വീട്ടിൽ നിന്ന് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ ദൈവം കൊണ്ടുപോയി. ആരുമില്ലാത്തവര്, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ വളരെ കഷ്ടതയിലുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്കും അവിടെ ആയിരിക്കുവാൻ കർത്താവ് ഒരു അവസരം തന്നു. അങ്ങനെ 87-ല് ഞാൻ തൃശ്ശൂരുള്ള ബദേലാശ്രമം എന്ന് പറഞ്ഞ ഓർഫനേജില് പഠിക്കാൻ പോയി. അതൊരു മെയ് മാസത്തിലാണ്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ബൈബിൾ വേണം. അവിടെ അങ്ങനെ എനിക്ക് ബൈബിള് കിട്ടുവാൻ ഇടയായി തീർന്നു. പിന്നെ അവിടുത്തെ ചാപ്പലിൽ പോയി എപ്പോഴും ബൈബിള് വായിക്കണം, രാവിലെയും വൈകിട്ടും. അങ്ങനെ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഈ ബൈബിൾ കാണുവാനായിട്ടും ബൈബിൾ വായിക്കാനും ഒക്കെ എനിക്ക് അവസരം ഒരുക്കി. അങ്ങനെ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. ആ വർഷത്തിൽ തന്നെ കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു തോമസ് അങ്കിളും ആന്റിയും ബദേൽ എന്ന് പറയുന്ന അവിടെ കടന്നു വന്നു. എന്നിട്ട് അന്നേരം ആദ്യമായിട്ട് കേൾക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദി സോങ് ആയിരുന്നു ജയ് ജയക്കാർ, തേര പ്യാർ ഹെ മഹാൻ, തേര പ്യാർ ഹെ ജയ, ആ പാട്ട്. പിന്നെ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണെന്ന്, അത് മലയാളം പാട്ടാ. പക്ഷെ ഈ ഹിന്ദി പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഹിന്ദി എനിക്കൊന്നും മനസ്സിലാകത്തുമില്ല, ഒന്നും അറിയാൻ മേലാത്ത അവസ്ഥ. പക്ഷെ ഈ പാട്ടിന്റെ അർത്ഥവും അറിയത്തില്ല. പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ കാശ്മീരിൽ അവരെങ്ങനെയാണ് കർത്താവിന്റെ വേല ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇടയായി തീർന്നപ്പം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമുണ്ട്, എനിക്കും കാശ്മീരിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ പോകണം, എനിക്ക് യേശു കർത്താവിന് വേണ്ടി ജീവിക്കണം, മരിക്കണം എന്നുള്ള ഒരു തീരുമാനം. രക്ഷയിലേക്ക് വന്നില്ല, എന്നാലും വളർന്നു വരുമ്പം എനിക്കൊരു മിഷണറി ആയി തീരണമെന്നുള്ള ഒരു താല്പര്യം എന്റെ ഉള്ളിൽ വന്നു. ആ അങ്കിൾ ആന്റിയുടെ സാക്ഷ്യത്തിന്റെ പ്രേരണയിൽ കൂടെ അവരന്ന് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുള്ള കുറെ പേർക്ക് അഭിഷേകം കിട്ടി. പക്ഷെ എനിക്ക് അഭിഷേകം അങ്ങനെ ഒരു അനുഭവം കിട്ടിയില്ലെങ്കിലും ഉള്ളിൽ ഒരു സമർപ്പണം ഞാൻ ചെയ്തു. അതിനുശേഷമുള്ള അവിടുത്തെ പഠനങ്ങൾ പോയി, പ്രീ ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ പഠനത്തോടുള്ള ബന്ധത്തിൽ നല്ലൊരു അടിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് പഠനത്തിൽ മുന്നേറാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ ഒരു സമയം തൊട്ട് എന്റെ ആവശ്യങ്ങളെല്ലാം, അവിടെ ഒരു ചാപ്പലുണ്ട് ആ ബദലിന്റെ അകത്ത്, ആ ചാപ്പലിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആവശ്യങ്ങളെല്ലാം നടത്തും. അവിടെ ഭക്ഷണമൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് സോപ്പ് എണ്ണയൊക്കെ വാങ്ങിക്കാനുള്ള പൈസ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പപ്പ തന്നെ ആയിരിക്കും വരുന്നത്, പക്ഷെ അതെനിക്കൊരു വിശ്വാസത്തിന്റെ വർധനവനുണ്ടായി. എന്റെ ആവശ്യം എന്റെ സ്വർഗീയ പിതാവാണ് ചെയ്തു തരുന്നത്. ആ ചെറുപ്രായം തൊട്ടേയുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ പ്രീ ഡിഗ്രി കഴിഞ്ഞ അവിടെ പ്രീ ഡിഗ്രിയുടെ സമയത്ത് ഞാനൊരു സബ്ജക്റ്റിന് തോറ്റുപോയി. അപ്പൊ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ചു വിടും, അങ്ങനെയാണ്. അപ്പൊ ഒരു നഴ്സിംഗ് കോഴ്സ്, ANM കോഴ്സ് പഠിപ്പിച്ചു വിടും. പക്ഷെ എനിക്കിങ്ങനെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം എന്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പം അതെനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അവിടുത്തെ വാർഡൻ ആന്റിയൊക്കെ എന്നോട് എനിക്കൊരു അവസരം തന്നു പിന്നെ എഴുതാൻ. അങ്ങനെ 2 പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ ആ സബ്ജക്റ്റിന് തോറ്റുപോയി. അങ്ങനെ വളരെ ഞാൻ നിരാശയുള്ളവളായി. 94-ല് അവിടുത്തെ വാർഡൻ ആന്റി എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇതിൽ ഭയങ്കര എന്റെ തോൽവി എന്റെ ജീവിതത്തിന് വലിയ ദുഃഖത്തിന് കാരണമായി തീരുന്നു.
എനിക്ക് മരിച്ചാൽ മതി, റിസൾട്ട് അറിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതി, ഞാൻ ഇപ്പൊ വണ്ടിയുടെ മുന്നോട്ട് ചാടും. എന്റെ കൂട്ടുകാർ നീ എന്തോ ചെയ്യുന്ന ഡീന എന്ന് പറഞ്ഞ് എന്നെ വലിച്ചു കൊണ്ടുവരാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒരു ഭാരത്തിന്റെ അവസ്ഥ. നമ്മളെപ്പോൾ ഹൃദയം നുറുങ്ങുന്നോ അവിടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് ഞാൻ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വരുന്നത്. എന്നാൽ 7ാം ക്ലാസ് മുതലുള്ള എല്ലാ അവധിക്കാലങ്ങളിലും ഞാൻ ക്യാമ്പസ് ക്രൂസൈഡ്, CF അങ്ങനെയുള്ള ക്യാമ്പുകളിൽ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചും സുവിശേഷ വേലയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കുവാനും മിഷനറി കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ CFന്റെ ഒരു തോമസ് സാറും റോസമാൻഡിയുടെ ഒരു മിഷനറി കഥയുണ്ട് നമ്മുടെ വില്യം കേറിയെ കുറിച്ച്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചായി തീർന്നു. അങ്ങനെ എനിക്കൊരു മിഷനറി ആയി പോകണമെന്നുള്ള ഒരു എന്നെ കർത്താവ് വാർത്തെടുക്കുന്ന സമയങ്ങളായിരുന്നു. അപ്പം യെശയ്യാ പ്രവാചകന്റെ ഞാൻ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം എന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളിൽ കൂടെ സംസാരിക്കും. ദൈവവചനം ഒരു പ്രവചന പുസ്തകമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വചനം വായിക്കുകയാണെങ്കിൽ, ദൈവവചനം വായിക്കുകയാണെങ്കിൽ അത് നമ്മളോട് സംസാരിക്കും. ദൈവം എന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടിയാണ്. അങ്ങനെ ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ ഓരോ വാക്യങ്ങളും എന്നെ കുറിച്ചാണെന്ന് എനിക്കൊരു ബോധ്യം വന്നു. അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ, ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. ഹല്ലേലൂയ. ആ ഒരു വാക്യം ഇന്ന് എന്റെ ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാകുന്നു. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ദ്വീപുകളോടും ദൂരത്തുള്ള വംശങ്ങളോടും സംസാരിക്കാൻ തക്കവണ്ണം ഈ മീഡിയയിൽ കൂടെ കർത്താവ് അവസരം തന്നു. ഈ വചനം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യമാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ടുള്ള കാര്യം. സിയോനോ യഹോവയെ ഉപേക്ഷിച്ചു, യഹോവയെ ഉപേക്ഷിച്ചു, എന്നെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കിയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. ഇതാണ് എന്റെ ജീവിതത്തിന്റെ മെയിൻ വാക്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും, എന്റെ ചെറുപ്രായം മുതലേ അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചില്ല. അവർ മറന്നു കളഞ്ഞാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. പലപ്പോഴും എല്ലാവരും എന്നെ മറന്നു കളഞ്ഞു എന്ന് ഞാൻ ഓർത്ത സമയത്ത് ഈ ദൈവവചനം, എന്റെ ദൈവം എന്നെ ഇല്ലെന്നുള്ളതായ വചനം എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ വചനം ഇന്നും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരാ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ എല്ലാവരും മറന്നെന്നുള്ള അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മതിലുകൾ, നമുക്ക് മുൻപിലുള്ള എല്ലാ പ്രയാസങ്ങളെയും മാറ്റുന്ന കർത്താവ്, അത് കാണുന്ന കർത്താവുണ്ട്. നമ്മളെ ആരെയും കാണുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മളെ കാണുന്ന ഒരു കർത്താവ്. അങ്ങനെ 94-ൽ ഞാൻ വളരെ ദുഃഖിതയായി, ഞാൻ ഫെയിൽ ആയല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ വാർഡൻ ആന്റി തന്നെ വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അന്നത്തെ ദിവസം തന്നെ എന്നെ ഒരു അടുത്തുള്ള ഒരു IPC ഹോളിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഒരു സ്നാനത്തിന്റെ ക്ലാസ് നടക്കുമായിരുന്നു. ആ സ്നാന ക്ലാസ് കേട്ടപ്പോഴത്തേനും അത് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അവിടെ ദേവദാസൻ പറഞ്ഞു, ആദ്യമായിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കണം. ആ ഹൃദയം കൊടുക്കുന്ന വ്യക്തി പിന്നെ സ്നാനപ്പെടണം, ജലത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെടുന്ന വ്യക്തി അഭിഷേകം പ്രാപിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കൊർന്നല്യോസിന്റെ ഭവനത്തിന് സ്നാനത്തിന് മുന്നേ അഭിഷേകം കിട്ടി. ആ ഒരു ഭാഗം എന്നെ ടച്ച് ചെയ്തു. അങ്ങനെ ആ സ്നാന ക്ലാസ് കേട്ടപ്പം എന്റെ ജീവിതത്തിൽ സ്നാനപ്പെടണം എന്നുള്ളൊരു താല്പര്യം തോന്നി. എന്നാൽ ഈ മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പം കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തവർ കൈ ഉയർത്താൻ പറയുമെന്ന് യേശുദാനെ അറിയാലോ, എല്ലാത്തിലും കൈ ഉയർത്താറുണ്ട്. പക്ഷെ യഥാർത്ഥമായ ഒരു ബോധ്യം എനിക്ക് ലഭിച്ചിട്ടില്ല ഞാനൊരു ദൈവ പൈതലാന്ന്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം അവിടെ ഒരു കൺവെൻഷനില് ഞങ്ങള് 2 ദിവസം കടന്നുപോയി. 2ാമത്തെ ദിവസം ആ ദൈവദാസൻ പറഞ്ഞു, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ മെസ്സേജുകളായിരുന്നു. അതിന്റെ അവസാനം പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഉറപ്പില്ലാത്ത ചിലർ ഇവിടെ ഇരിക്കുന്നു.
അത് വളരെ കുറച്ചു പേരേ ഉള്ളായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിലെ ഒരു ചിന്തയായിരുന്നു. അവിടെ ദേവദാസനിൽ കൂടെ സംസാരിക്കാനിടയായി. ഞാൻ ചാടി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകുവാൻ ഇടയായി തീർന്നു. എന്റെ ഹൃദയത്തിലേക്ക് ഒരു അപ്പൊ ആ പ്രാർത്ഥന ഏറ്റു പറഞ്ഞു, കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ വലിയൊരു ദൈവിക സമാധാനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ പിറ്റേ ദിവസം വീട്ടിലൊരു ലേഡീസ് മീറ്റിംഗ്, അധികം പേരില്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പാസ്റ്റർ ആന്റി, ഞാൻ ഞായറാഴ്ച പാസ്റ്റർ ആന്റിയുടെ അടുത്ത് പോയിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറയുന്നു. ഞാനോർത്ത് എന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദമൊന്നും വരുന്നില്ലല്ലോ, എന്താന്നിങ്ങനെ ഓർത്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ആന്റി പറഞ്ഞ, പിന്നെ ഇങ്ങനെ ഞാൻ കാത്തിരിപ്പ് യോഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ ദേവദാസന്മാർ നാവ് വിട്ടുകൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന. അപ്പൊ ഞാൻ അപ്പസ്തോല പ്രവൃത്തി വായിക്കുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവര് വിവിധങ്ങളായ ഭാഷയിൽ സംസാരിച്ചു എന്ന് കേട്ടു. അവിടെ പാട്ട് പാടിയെന്നൊന്നും കേട്ടു. അതും എന്റെ ഉള്ളിൽ ഒരു ഡൗട്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ പാട്ട് പാടാതിരിക്കുമ്പോൾ കർത്താവ് തരണം, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ഉള്ളിലെ ചിന്തകളായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ആന്റി പറഞ്ഞു, നമ്മൾ 4 പേരിലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ശക്തമായ അഭിഷേകം എന്നിലേക്ക് കടന്നു വന്നു. എന്റെ നാവ് കുഴഞ്ഞു പോകാൻ ഇടയായി. പല പല ഭാഷകളിൽ ഞാൻ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ ഭാഷകൾ എന്ത് ചെയ്തു, പാട്ടുകളിൽ അന്യ ഭാഷകളിൽ പാടുവാൻ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല. വലിയൊരു ചേഞ്ച് അന്ന് എന്റെ ജീവിതത്തിലുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൊർന്നല്യോസിന്റെ ജീവിതത്തെ സ്നാനത്തിന് മുന്നേ കർത്താവ് അഭിഷേകം ചെയ്തതുപോലെ എന്റെ ജീവിതത്തെ കർത്താവ് അഭിഷേകം ചെയ്തു. എന്റെ ശബ്ദത്തെ മാറ്റി. പിന്നെ ഭയങ്കര ശബ്ദമാണെന്ന്, അങ്ങനെ ശബ്ദം വരെ മാറ്റിക്കൊണ്ട് എനിക്ക് ദൈവം തന്റെ ജ്ഞാനത്താൽ നിറച്ചു. ഈ ലോക ജ്ഞാനത്തിൽ ഞാൻ ഫെയിലായി പോയെങ്കിൽ ആ സ്വർഗീയ ജ്ഞാനത്തിൽ കർത്താവിനെ നിറയ്ക്കാൻ ഇടയാത്തിരുന്നു. ഹല്ലേലൂയ. മുക്കുവനായ ഹല്ലേലൂയ പത്രോസ്, പഠിത്തമില്ലാത്ത പത്രോസ്, എന്നാൽ അഭിഷേകത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഒരു പ്രസംഗത്തിൽ 3000 പേര് രക്ഷയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ അപ്പുറമായിട്ട് ദൈവിക ജ്ഞാനത്തിന്റെ അഭിഷേകം ലഭിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരല്ലാത്ത പോലെ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ കർത്താവ് എന്റെ ജീവിതത്തെ വലിയ അഭിഷേകം തന്നു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ 94 ഈ ഏപ്രിൽ മാസം അടുത്ത ആഴ്ച എന്റെ ജീവിതത്തെ വലിയ ചേഞ്ചിലേക്ക് കർത്താവ് കൊണ്ടുവന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങളുടെ ഇടയിൽ കർത്താവിനെ സാക്ഷിക്കാൻ തന്ന വലിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഇപ്പോൾ 30 വർഷത്തോളാകുന്നു ആ അഭിഷേകം എന്നെ നടത്തിക്കൊണ്ട് പോയി. ഹല്ലേലൂയ. അപ്പം നമ്മളെ കർത്താവ് വേർതിരിച്ചിരിക്കുന്നു. ഇവിടെ അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 49-നെ, അമ്മയുടെ ഉദരത്തിൽ ഇരിക്കെ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. ഹല്ലേലൂയ. ഒരു മൂർച്ചയുള്ള വാളാകണമെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണം അത് പലവിധമാകുന്ന പ്രോസസ്സുകൾ കടന്നു പോകണം. അല്ലെങ്കിൽ ആ തീയിൽ കൂടെ കടന്നുപോയി അതിനെ അടിച്ച് പരത്തി കഴിയുമ്പോഴാണ് അതിന് മൂർച്ച ഉണ്ടാകുന്നത്. അതുപോലെ അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മിനുക്കി അമ്പ് എന്ന് പറയുമ്പോൾ അതും പ്രോസസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കരത്തിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സമയമാകുമ്പോൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കും. എന്നാൽ ആ ഒരു പ്രോസസ്, ആ മിനുക്കി അമ്പാക്കാൻ, ആ മൂർച്ചയുള്ള വാൾ ആക്കാനായിട്ട് ചില വേദനകളിൽ കൂടെ, ഭാരങ്ങളിൽ കൂടെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടു പോകും. എന്റെ യൗവന കാലങ്ങൾ ഹല്ലേലൂയ ഒരു ഒറ്റപ്പെടലിൽ കൂടെയുള്ള വേദനയിൽ കൂടെ കർത്താവിനെ കടത്തിക്കൊണ്ട് പോയി. ഹല്ലേലൂയ. ആരും സഹായിക്കാനില്ല, ആരാലും ഒരു സംരക്ഷിക്കപ്പെടാനില്ലാത്തതായ ഒരു ഒറ്റപ്പെടലിൽ കൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പുത്രിഹീനയും വന്യയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളും ആയിരിക്കെ എന്നുള്ള വാക്യം. ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളും കുറച്ച് നാളുകൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഏകാകിനിയായ അങ്ങനെയുള്ള അവസ്ഥകൾ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് പിന്നെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബഥേലിൽ നിന്ന് പോകുവാൻ, അപ്പോൾ എവിടെ പോകുമെന്നുള്ളത്, ഞങ്ങൾ വീടൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ കുടുംബ പശ്ചാത്തലം ആർക്കും അറിയത്തില്ല, അവിടെ ആർക്കും അറിയത്തില്ല. അങ്ങനെ വളരെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പാമ്പാടിയിലാണ് കുറച്ച് ദിവസം ആയിരുന്നത്. അവിടെ ആയിരിക്കുന്ന സമയത്ത് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള വല്ലാത്ത ഭാരത്തിലായിരുന്നു. അവിടെ കുറച്ച് ആന്റിമാര്, ഒരു ഗോപിയങ്ങളും ജോയ്സ് ആന്റി, അവരുടെ വീട്ടിൽ ചെന്നാണ് ഞാൻ എന്റെ വേദനകളൊക്കെ പറയുന്നത്. അങ്ങനെ അവരെനിക്ക് ആത്മീയ സപ്പോർട്ട് തന്നു. പിന്നെ ITC ചർച്ചുകളിൽ പലരും എന്നെ സ്നേഹിക്കുന്ന അനേക അമ്മമാരെ എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു, ആത്മീയ അമ്മമാരെ.
അതിന്റെ ഈ 23-ാം വാക്യത്തിൽ രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞിമാർ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. ഒരു ജർമ്മനിയിലുള്ള ഒരു ആന്റിയാണ് എന്നെ സ്പോൺസർ ചെയ്തത്. അതിനുശേഷം ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അനേക ആത്മീയ ആന്റിമാർ എനിക്ക് അമ്മയെ പോലെ എന്നെ സ്നേഹിച്ച് എന്റെ വേദനകൾ കേൾക്കുവാനായിട്ട് ദൈവം ഒരുക്കി തന്നു. അതിനായി ഈ ഓരോരോ വചനങ്ങളും എന്റെ ജീവിതത്തിൽ കർത്താവ് നടത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പിന്നീട് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്റെ കർത്താവ് എന്നെ നടത്തിയല്ലോ. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടപ്പോൾ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് പോയി. ആ സമയത്ത് ചിങ്ങവനം എന്ന് പറയുന്ന ന്യൂ ഇന്ത്യയിലൊരു ബൈബിൾ ക്ലാസ് തുടങ്ങുന്നെന്ന് അറിയുവാൻ ഇടയായിത്തീരുന്നു. അതിന്റെ ഒരു മാസം മുന്നേ അവിടുത്തെ IPC 14 മൈൽ IPCയിലെ സഹോദരിമാരുടെ മീറ്റിംഗില് മറിയാമ്മ ആന്റിയാണ് വന്ന് വചനം പറഞ്ഞത്. അപ്പം ചിങ്ങവനത്തെ കുറിച്ചും അവിടെയുള്ള ചാപ്പലിനെ കുറിച്ചും പ്രയർ സെല്ലിനെ കുറിച്ചും അവിടുത്തെ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഓർത്ത് ആ പ്രയർ സെല്ലിൽ പോയിരുന്നു വെറുതെ മനസ്സിൽ ഓർത്തു. അതിന്റെ ഒരു മാസം കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെ അവിടെ കടന്നു പോകാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത്. അങ്ങനെ ഞാൻ അവിടെ ഞാനും പപ്പായുമായിട്ടാണ് പോകുന്നത്. ആന്റി അന്നേരം ഞാൻ പഠിക്കാൻ വന്നോളാൻ പറഞ്ഞു. അത് ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ ഞാൻ ബഥേലിൽ നിന്ന് എന്നെ ദൈവം ബെഥസ്തയിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ബെഥസ്തയിൽ കടന്നു ചെന്നു. ആ പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ സമയങ്ങളിൽ ഒന്നുമില്ല. അപ്പൊ IPCയിലുള്ള പാമ്പാടിയിലുള്ള IPCയിലെ ആന്റിമാര് അവിടെ വെള്ള സാരി വേണം, എല്ലാ സാധനങ്ങളും അവരെല്ലാം തന്ന് അങ്ങനെയാണ് ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ഞാൻ ഒരാഴ്ച മുന്നേ അവിടെ ചെന്നു. അങ്ങനെ ഒരാഴ്ച മുന്നേ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു പ്രാർത്ഥനയിൽ ഞാനൊരു വീട്ടിൽ കടന്നു. എന്നെ അവിടുത്തെ വാർഡൻ ആന്റി ലീലാമ്മ ആന്റി എന്നെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ഒരു ദൈവദാസി വന്നിട്ട് പറഞ്ഞു, മകളെ നിന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിലേക്ക് ഒരു ദെബോറയെ പോലെ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർക്കും നമ്മള് അന്നത്തെ ആ സ്പിരിച്വൽ ഇതിലോ അപ്പൊ എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാം, നാളെ പോകും, അങ്ങനെയൊക്കെയുള്ള വിചാരം. പക്ഷെ ദൈവത്തിന് ഒരു സമയമുണ്ട്. അങ്ങനെ ആ ബൈബിൾ സ്കൂളിൽ എനിക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം മറിയാമ്മ ചോദിച്ചു, ഡീന ഗോവയിലേക്ക് പോകുമെന്ന് ചോദിച്ചു. എന്നെ ഗോവയിലേക്ക് അയച്ചു. അപ്പോഴും എന്റെ മുന്നിൽ ഒരു ഇതുണ്ട്, പപ്പ ഒറ്റയ്ക്കാണെന്നുള്ളത്. പക്ഷെ കർത്താവിന്റെ വചനത്തിലുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലും പത്രോസ് ചോദിച്ചതിന് യേശു കർത്താവ് പറയുന്നത്, എന്റെ നിമിത്തം സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങും വീടുകളും സഹോദരന്മാരും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ഹല്ലേലൂയ. അപ്പൊ എന്റെ പപ്പായെ നോക്കണം. പക്ഷെ കർത്താവ് എനിക്ക് നിന്റെ പുറകെ പോകണം. അങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് ഞാൻ ഗോവയിൽ പോകാൻ ഇടയായിത്തീർന്നു. അവിടെ 2 വർഷം സുശേഷവല്ല ബന്ധത്തിലായിരിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ ആയിരുന്ന സമയത്തും എന്റെ ഹൃദയത്തിൽ എന്നെ ദൈവം വിളിച്ച ആ ഒരു അതിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ആത്മഭാരം എന്നിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു കടന്നു വന്നതിന് ശേഷം വീണ്ടും പാമ്പാടിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. അപ്പൊ ഞങ്ങൾക്ക് കാസർഗോഡുള്ള ഞങ്ങളുടെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം. പിന്നെ ഞാനും പപ്പയും കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ 6 മാസം ഞാൻ കാസർഗോഡിന്റെ പ്രദേശത്തുണ്ടായിരുന്നു. അവിടെയുള്ള AG ചർച്ച്, അങ്ങനെ ന്യൂ ഇന്ത്യ ചർച്ച്, അങ്ങനെ 2 ചർച്ചിന്റെ കൂട്ടായ്മകളിലൊക്കെ ഞാൻ കൂടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വീടിന്റെ മുറ്റത്തിരുന്ന് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് നിന്റെ പുറകെ പോകണം, നിന്റെ വേലയ്ക്കായിട്ട് എനിക്ക് പോകണം. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അങ്കിളും ആന്റി അവിടെ വന്ന് ഇങ്ങനെ, അപ്പം ഈ ന്യൂ ഇന്ത്യയിലൊക്കെ ആയിരുന്ന സമയത്ത് കൊണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോയി. പക്ഷെ വയനാട്, ഞാൻ കേരളത്തിന്റെ വയനാട് ഡിസ്ട്രിക്ട് ഞാൻ കാല് കുത്തിയിട്ടില്ല. അപ്പൊ ഒരു അങ്കിളും ആന്റിയും വന്ന് ഒരു ടീം വർക്കായിട്ട് വയനാട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പൊ എനിക്ക് ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അവരുടെ ടീം വർക്കിൽ അവരോട് കൂടെ പോയി. അപ്പം കവലകളിലൊക്കെ പോയി യേശുവിനെ സാക്ഷീകരിക്കാൻ, എന്റെ സാക്ഷ്യം പറയാൻ കർത്താവ് ഒരു അവസരം തന്നു. അവര് ആ ടീം വർക്കിന് ശേഷം എനിക്ക് CF ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഒരു മീറ്റിങ്ങിന് പോകണമായിരുന്നു. അതിന് 4000 രൂപ വേണം ചരൽക്കുന്നില്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ആ പൈസ തരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ചരൽക്കുന്നിൽ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാന് പാമ്പാടിയുടെ പ്രദേശത്ത് ഒരു ജോൺ ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞ സാറിന്റെ കൂടെ സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ ഗോപിയങ്ങളും ആന്റിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഗുഡ് ന്യൂസ് ക്ലബ്ബുകൾ, കുഞ്ഞു കുഞ്ഞ്
ക്ലബുകളിൽ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വിവാഹ കാര്യം 2001 എന്റെ വിവാഹാലോചന ഉണ്ടാകുന്നത്. അപ്പൊ ഞാനൊരു മിഷണറിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം 90 ബീഹാറിലേക്ക് കടന്നു വന്ന സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനെയാണ് എന്നെ ദൈവം കൂട്ടിച്ചേർത്തത്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, എന്ന മാതാപിതാക്കൾ കണ്ടു. ദേവദാസിനെ ഇവിടുന്ന് വിളിച്ചു. ഒരാഴ്ച കൊണ്ട്, ഒരു ജനുവരി മാസം, ഒരാഴ്ച കൊണ്ടാണ് ഞങ്ങളുടെ വിവാഹകാര്യം. അങ്ങനെ ഈ ഈ ഫെബ്രുവരി 24 ഞങ്ങൾ 24 വർഷമായി ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ദേവദാസൻ ജാർഖണ്ഡിലാണ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ ദേവദാസന്റെ കൈ പിടിച്ച് ഞാൻ ഈ ജാർഖണ്ഡിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിലൊന്നുമില്ല, വെറും കൈയോടെ കടന്നു വന്നാൽ എന്റെ നിമിത്തം അപ്പനെ അമ്മയോ ഒക്കെ വിട്ടാൽ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോട് 100 മടങ്ങ് വീടുകളും സഹോദരങ്ങളും സഹോദരന്മാരും എല്ലാം തരുമെന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ ഇവിടെ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സ് പറഞ്ഞു, ഇനി ജോർജ് കുട്ടി പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് കൂട്ടി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ കടന്നു വന്നപ്പം ഞങ്ങൾ എവിടെ താമസിക്കുമെന്ന് ഇരിക്കുമ്പോഴാണ് ഒരു ദേവദാസന്റെ ഭവനം നമുക്ക് ആദ്യം ലഭിക്കാനിടായിരുന്നു, ഒരു 3 മാസത്തോളം. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ടീമിന്റെ കൂടെ ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോ നമുക്കൊരു വീട് കിട്ടി. അതൊരു ഹിന്ദുക്കളുടെ വീടായിരുന്നെങ്കിലും അവരുടെ എല്ലാ സാധനങ്ങളോടും കൂടെ, എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാൻ സമയമില്ലല്ലോ, ഒരു സ്ഥലം നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീർന്നു. അവരുടെ എല്ലാ സാധനങ്ങളും നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് അവിടെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങളായിരുന്നു സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്തുള്ള എല്ലാവരോടും ഞങ്ങള് സുവിശേഷം ഇങ്ങനെ ഗ്രാമങ്ങൾ തോറും സുവിശേഷം അറിയിച്ചു. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ ഞങ്ങൾ ടീമായിട്ട് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ ദേശത്തുള്ളവരുടെ നടുവിൽ ഞങ്ങൾ ഒരു സാക്ഷികളായി തീർന്നു. എന്തോ എല്ലാവർക്കും ഞങ്ങളോടൊരു ഒരു താല്പര്യവും ഒരു ആദരവും ഇന്നും ഈ ഒരു സിറ്റിയില് എല്ലാവരും നമ്മളെ ആദരിക്കുന്ന ഒരു ലെവലിലേക്ക്, ഒരു സ്നേഹത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഒരു 5-6 വീടുകൾ ഞങ്ങൾ മാറി, വാടക വീടുകളായി മാറി. ഒരു വീട്ടില് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്ത്, ഇങ്ങനെ നമ്മളിവിടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് ഒരു വീട്ടിലായിരിക്കും. അവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി ഒരു സ്ഥലം നമുക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. അത് ഞങ്ങളെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അവർ വാങ്ങിച്ചു തന്നു. അവിടെ നമ്മൾ വിശ്വാസത്തോടു കൂടെ ചർച്ച പണിയാൻ തുടങ്ങി. അതിനോട് ഇടയ്ക്ക് ഞാൻ ഹിന്ദി ഭാഷ എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലായിരുന്നല്ലോ എന്റെ ശുശ്രൂഷ. അതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഒന്നും അറിയാത്ത, ഹിന്ദിയോട് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജയിച്ചതാണ്. ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവം എനിക്ക് ബുദ്ധി തന്നു, ദൈവിക ജ്ഞാനം തന്നു. ഒരു ദേവദാസിനോട് പറഞ്ഞു, നിനക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല എങ്കിലും ദൈവിക ജ്ഞാനം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവിക ജ്ഞാനത്താൽ ഹിന്ദിയിൽ ഞാൻ കുഞ്ഞുങ്ങളോട് ആദ്യം സക്കായിയുടെ കഥയും നോഹയുടെ കഥയൊക്കെ പറഞ്ഞു തുടങ്ങിയേ. എനിക്ക് ദൈവം കൃപ ചെയ്തു. വന്ന സമയത്ത് വെറും ആക്ഷൻ കാണിച്ച് പറയാൻ അറിയത്തുള്ളായിരുന്നു. പക്ഷെ അതിൽ കൂടെ ദൈവം എനിക്ക് ഹിന്ദിയിൽ കൂടെ സംസാരിക്കാനുള്ള കൃപ ദൈവം തന്നു. അങ്ങനെ ചില സഹോദരങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാനിടയായിത്തീർന്നു. പതിയെ പതിയെ സൺഡേ സ്കൂളുകൾ തുടങ്ങി. അങ്ങനെ നമ്മുടെ ശുശ്രൂഷ അനേകർ കർത്താവിനെ അറിയുവാനിടയായിത്തീർന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ തന്നെ ഓരോരോ വാക്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് അതിന്റെ 6-ാം വാക്യത്തിൽ, നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരുന്നത് പോരാ, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രവാചക പറഞ്ഞത്, പല ഭാഷകളുള്ളവരാണ് ഇവിടെ. മുണ്ട ഭാഷ സംസാരിക്കുന്ന ആദിവാസികള്, അപ്പോൾ തന്നെ ഹിന്ദുക്കള്, പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കും. ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചു. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു പ്രകാശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരോ ഗ്രാമങ്ങൾ കർത്താവിന് വേണ്ടി, ഓരോരോ വ്യക്തികൾ കർത്താവിനായിട്ട് വേർതിരിയുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ പറയുന്നുണ്ട് 8-ാമത്തെ വാക്യത്തിൽ, ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശപ്പെടുത്തുവാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവൻ എന്ന് പറയാൻ ഞാൻ നിന്നെ കാത്തു.
നിന്നെ ജനത്തിന് നിയമമാക്കി വെച്ചിരിക്കുന്നു. കർത്താവ് ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ കാത്തു, ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നു. വീടുകള്, ആ സാധനങ്ങളോടുകൂടിയുള്ള വീടുകൾ തന്നു. ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പൈസയില്ല. ഹല്ലേലൂയ. പാത്രങ്ങളും ബെഡും എല്ലാം മറ്റുള്ളവരുടെ നമ്മൾ ഉപയോഗിച്ചു, അതെല്ലാം ദൈവം ഒരുക്കി തന്നു. നിന്നെ കാത്തു. ഈ ജാതികൾക്ക് പ്രകാശ നിയമമാക്കി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ വാങ്ങിച്ച ഈ സ്ഥലം, എല്ലാരും പറഞ്ഞു, യോ ഈ സ്ഥലത്ത് എങ്ങനെ താമസിക്കും, ഒരു വിജനമായ സ്ഥലമാണെന്ന്. ഞങ്ങൾ ഇവിടെ ചർച്ച് പണിതപ്പോ ഇവിടെ എല്ലാരും ആദ്യം ബൗണ്ടറി പണിത് കഴിഞ്ഞിട്ടാണ് വീട് പണിയുന്നത്. ഞങ്ങൾ ആദ്യം ഒരു കിണറിൽ തുടങ്ങി, വിശ്വാസത്തോടെ തുടങ്ങി. വിശ്വാസികളും ഞങ്ങളും കൂടെ അത് അധ്വാനിച്ചു, കിണർ പണിത്. പിന്നെ വിശ്വാസത്തോടെ നമ്മൾ ചർച്ച് പണിയാൻ തുടങ്ങി. അപ്പം ബൗണ്ടറി ഇല്ലാത്ത സ്ഥലം, ഇതുവഴി പോകുന്ന ഞങ്ങളുടെ നേരത്തെ അയൽവക്കക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പേടിയില്ലെന്ന് ചോദിച്ചു. എന്നാൽ കള്ളന്മാര് വന്ന് ജനറേറ്റർ എടുത്തിട്ട് പോയി. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന പിന്നീട് നമുക്കൊരു വീട് പണിയാൻ ദൈവം കൃപ ചെയ്തു. ഈ ചർച്ച് പണി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതും അത്ഭുതകരമായിട്ട് പണിതു. പ്രധാനമന്ത്രി യോജന എന്നുള്ള അതിൽ കൂടെ ഞങ്ങൾക്ക് ആ വീട് പണിയാൻ ദൈവം വഴി തുറന്നു തന്നു. ദേശത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം 100 മടങ്ങ് വീടുകൾ. അങ്ങനെ നമ്മൾ ഒരു ചെറിയ വീട് ഇവിടെ പണിതു. അപ്പൊ നമ്മൾ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഇവിടെ ലൈറ്റ് ഇല്ല. അങ്ങനെ ഞങ്ങൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ചർച്ച് തുറന്ന് അതിൻ്റെ അകത്ത് സ്തോത്ര കാഴ്ച, അതിൻ്റെ അകത്ത് പൈസയൊന്നും ഇല്ല, ഒരു ബോക്സ് ഒരു ബ്രദർ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നതാ. അതും അവിടെ ഉണ്ടായിരുന്ന അരിയെല്ലാം എടുത്തുകൊണ്ട് പോയി കള്ളന്മാര്. അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ്. പിന്നെ ഞങ്ങള് ഈ ചർച്ച് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജനറേറ്റർ ഒരു വേറൊരു പാസ്റ്റർ ഞങ്ങൾക്ക് തന്നതാ, വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അത് കള്ളന്മാരെടുത്തോണ്ട് പോയി. എന്നാലും അവിടെയൊക്കെ സന്തോഷത്തോടുകൂടെ, കർത്താവ് അറിയാതെയല്ലല്ലോ, ഉപദ്രവങ്ങളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് പിന്നെ മാനസികമായ ഉപദ്രവങ്ങള്, നമ്മൾ അന്യദേശത്താണ്, എന്നാലും കർത്താവ് നമ്മളെ കാക്കുന്നു, നമ്മളെ ഒരു നിയമമാക്കി വെച്ചിരിക്കുന്നെന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഓരോരോ സമയങ്ങളിൽ ഓരോ വ്യക്തികൾ കർത്താവിനെ അറിയുവാനിടയായിത്തീരും. പലവിധ പ്രയാസങ്ങളുള്ളവർ, മദ്യപാനികള്, അതൊക്കെ ഓരോ വ്യക്തികളെ കുറിച്ച് ഓരോരോ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അത്ഭുതകരമായി ഈ ദേശത്ത് നമ്മളെ ആക്കി വെച്ചു. ഇവിടെ പറയുന്നത് മരീചികയും വെയിലും അവരെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. ഈ സ്ഥലം ഇങ്ങനെ ഞങ്ങൾ പാസ്റ്റേഴ്സ് വാങ്ങിച്ചു തന്നു കഴിഞ്ഞിട്ട് 3 വർഷത്തോളം അങ്ങനെ കിടന്നു. പാസ്റ്റർ, നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ മുളകളൊക്കെ കൊണ്ടുവന്ന് ഒരു പ്ലാസ്റ്റിക് കെട്ടി ആരാധിക്കാൻ പറഞ്ഞു. അപ്പം ദേവദാസൻ പറഞ്ഞു, ഇല്ല, ഞങ്ങള് ദൈവത്തിന് വേണ്ടി ആരാധിക്കാൻ നല്ലൊരു ഭവനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് വിശ്വാസത്തോട് തുടങ്ങിയത് പലരുടെയും സഹായത്താല് അത് നന്നായിട്ട് ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അപ്പം എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും, എന്റെ മലകളൊക്കെയും വഴിയായി തീരും. നമ്മുടെ നടുവിലെ തടസ്സങ്ങളെ അത് വഴികളാക്കി തീർക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ സുവിശേഷ ആത്മാക്കളെ ഇങ്ങനെ ഓരോ വർഷങ്ങൾ തോറും ആത്മാക്കളെ നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. അതിനോടിടയ്ക്ക് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ്. ആദ്യത്തെ മോനും മോളും, അവരുടെ പഠന കാര്യങ്ങള്. അങ്ങനെ 3ാമത്തെ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിലാണ് കടന്നുപോയത്. അപ്പം ശരിയായ ഒരു ട്രീറ്റ്മെന്റ് അവിടെ ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. അതിന് മുഖാന്തരം ഇളയ മോന് ഞങ്ങൾക്ക് സെറിബ്രൽ പാൾസി ആയിട്ടുള്ള ഒരു മോനാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. ആ മോൻ അങ്ങനെ ജനിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അധികം യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പിന്നിലും ദൈവത്തിന് നീ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏഷ്യാവിനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറയും, ഇത്ര വർഷം, അല്ലെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ കൂടെ നീ ഇവിടെ ശാന്തമായിരിക്കുക. ആ കുഞ്ഞുമായിട്ടുള്ള യാത്രകള്, പിന്നെ നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സാമ്പത്തികമില്ല, നമ്മളെ ആരും അറിയുന്നില്ല. അങ്ങനെ ഒരു 10-18 വർഷം നമ്മൾ ആരും അറിയാതെ ഈ മരുഭൂമിയിൽ നമ്മൾ ആയിരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർ ആർക്കും വെളിയിലുള്ളവർക്ക് നമ്മൾ അറിയത്തില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് കൊറോണ കാലം വന്നത്. അപ്പൊ ഈ വാഗ്ദത്തങ്ങളൊക്കെ നിവർത്തിക്കേണ്ടത്, ദൂരത്തുള്ള ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ, ഇതൊക്കെ നമുക്ക് നിവർത്തിക്കണ്ടേ. കൊറോണ കാലം വന്നു. കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പം നമ്മളെപ്പോഴും ആരാധനയും ഇങ്ങനെ സന്തോഷമായി പോകുന്ന അവസ്ഥയല്ലേ. നാളെ ശനിയാഴ്ച ദിവസം പറഞ്ഞ് ലോക്ക്ഡൌൺ, നാളെ തൊട്ട് ആരാധനകളില്ല, എങ്ങനെ കർത്താവിനെ ആരാധിക്കും എന്നുള്ള വലിയ ഭാരത്തിലിരുന്നു. അപ്പൊ ഞങ്ങൾ രാത്രിയിൽ നമ്മുടെ വിശ്വാസികളൊക്കെ വന്ന് രാത്രിയിൽ ഞങ്ങൾ ചർച്ചിൽ ഇരുന്ന് ആരാധിച്ചു.
അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരുന്ന് ആരാധിച്ചിട്ട് അപ്പം നമ്മുടെ ചർച്ചിലെ സഹോദരൻ പിള്ളേര് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഈ കോൺഫറൻസ് കോളിൽ കൂടെ ഒരു വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇട്ടായിരുന്നു, കോൺഫറൻസ് കോളിൽ കൂടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ദിവസം 3 നേരം ഞങ്ങൾ കോൺഫറൻസ് കോളിൽ കൂടെ പ്രാർത്ഥന. എല്ലായിടത്തും കൊറോണയുടെ വലിയ പ്രഹരങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് 3 നേരം അന്ന് ഞങ്ങളുടെ വിശ്വാസികൾക്ക് ചെറിയ ഫോണുകളാണ്. അപ്പൊ 3 നേരം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം ഒരു മലയാളി പാസ്റ്റർ സിസ്റ്റേഴ്സിന്റെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രെയർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ദൈവകൃപയാൽ ഈ ദേശത്തെ കർത്താവ് സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഗ്രാമങ്ങളിലുള്ള ആരാധന അവിടെ അവര് നടത്തിക്കൊണ്ട്, ഗ്രാമത്തിലേക്ക് ആൾക്കാരെ വിടത്തില്ല. അങ്ങനെ ചിലരൊക്കെ മരിച്ചു. അധികം നമുക്ക് ഞങ്ങളുടെ ചർച്ചിൽ ആർക്കും കൊറോണയുടെ ആ പ്രഹരം ഉണ്ടാകാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അങ്ങനെ വർഷത്തിന്റെ അവസാനം ആയപ്പം നമുക്ക് ആരാധിക്കാനായിട്ട് ചർച്ച് തുറന്നു കിട്ടി ജാർഖണ്ഡിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ആരാധിച്ചു. ജനുവരിയിൽ ആരാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൌൺ. പിറ്റത്തെ വർഷം ആയപ്പോഴത്തേനും എല്ലാവർക്കും പിള്ളേർക്കൊക്കെ പഠിക്കണമല്ലോ, അപ്പൊ എല്ലാവർക്കും വലിയ ഫോൺ കിട്ടി. അപ്പം ഞങ്ങൾ സൂം മീറ്റിംഗ് തുടങ്ങി. സൂം മീറ്റിംഗിൽ കൂടെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനത്തെ 2ാമത്തെ വർഷം ആയപ്പോഴത്തേനും എനിക്ക് ചെറിയൊരു ഫോണേ ഉള്ളായിരുന്നു. അങ്ങനെ 2ാമത്തെ വർഷത്തിന്റെ അവസാനം നമുക്ക് ചർച്ച തുറന്ന് ഒരുമിച്ച് നമ്മൾ ആരാധിച്ചു ആണ്ടർതി. അത് കഴിഞ്ഞപ്പം ഒരു ദിവസം ഒരു ബ്രദർ, അങ്ങനെയാണ് ബെഥസ്ത ബൈബിൾ സ്കൂളിന്റെ ഗ്രൂപ്പ് തുടങ്ങി, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പൊ എന്റെ നമ്പർ എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നു. അന്നേരം ഞാൻ ആദ്യം പ്രേയറിന് പോയെന്ന് പറഞ്ഞ ആ വീട്ടിലെ ആ ബ്രദറെ ആ നമ്പർ കിട്ടി എന്നെ വിളിച്ചു. ചേച്ചി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട്, ഗോവയിൽ ആ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓർമ്മിച്ചെടുത്തിട്ട് ആ ബ്രദർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങളുടെ ഈ ഈ കോമ്പൗണ്ട് തുറന്നു കിടക്ക, ഈ ബാസിന്റെ എന്താ പറയാ മുളയുടെ ഒരു ഗേറ്റാ. ഈ കൊറോണ കാലത്ത് എവിടുന്ന് സഹായം ലഭിക്കാൻ എങ്കിലും ഞാൻ വിശ്വസിച്ചു. ബൗണ്ടറി ഇല്ല. അങ്ങനെ ആദ്യത്തെ കൊറോണ സമയത്ത് 2 സൈഡിലുള്ളവര് അതിന്റെ ഫൗണ്ടേഷൻ ഇട്ട് ഇച്ചിരി പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് നെറ്റ് വെച്ചിട്ടു. അപ്പം ഓർത്ത്, കർത്താവ് ഞങ്ങൾക്കൊരു ഗേറ്റ് വേണമല്ലോ, ഈ കൊറോണ കാലത്ത് എവിടുന്ന. ആ സമയത്ത് ഈ ബ്രദർ വിളിക്കുകയും നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഗേറ്റ് വേണം. ആ ബ്രദർ ഗേറ്റിനും എനിക്കൊരു ഫോണിനും വേണ്ടുന്ന പൈസ അയച്ചു തരാനിടയായി തീർന്നു. അങ്ങനെയാണ് ഈ ഫോൺ കിട്ടിയത്. ഈ ഫോൺ കിട്ടിയപ്പോ പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി, ഹിന്ദിയിലും മലയാളത്തിലും. അങ്ങനെ എപ്പോഴും ഫോണിൽ കൂടെ പ്രാർത്ഥനകൾ. അങ്ങനെ 3ാമത്തെ വർഷം കൊറോണ കഴിഞ്ഞപ്പോഴും നമ്മുടെ ചർച്ചിൽ എല്ലാ വിശ്വാസികളും ഉണ്ടായിരുന്നു. കർത്താവ് നമ്മളെ കാത്തു പ്രൊട്ടക്ട് ചെയ്ത്, ഹല്ലേലൂയ, ഈ ആരാധനകൾ നടക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളും നമുക്ക് ആത്മീയമായിട്ട് മുന്നേറുവാൻ തടസ്സമല്ല. ഈ കൊറോണ വരുന്നതിന് മുന്നേ എനിക്ക് ദർശനത്തിൽ കൂടെ കർത്താവ് അത് കാണിച്ചിരുന്നു. എല്ലായിടത്തും മരണം നടക്കുന്നതും അതെന്താന്നും എല്ലാം കാണിച്ചു. നമ്മുടെ വീട്ടിലും ശവപ്പെട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ടും ഇവിടെ മരണം വരുന്നില്ല. അവർ ചെക്ക് ചെയ്യാൻ വന്നവർ നോക്കുമ്പോൾ ഇവിടെ എന്താ മരണം വരാത്തത്? അത് ദൈവം ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു, ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അന്നേരം നമ്മളെ കർത്താവ് അത്ഭുതകരമായി നടത്തിയ വഴികൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അതൊന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ താമസിച്ചത് 7th ഡേ എന്ന് പറഞ്ഞ സ്കൂളിനടുത്താണ് താമസിച്ചത്. അപ്പം ഒരാള് പറഞ്ഞു, നിങ്ങൾ ഈ സ്കൂളിന്റെ അടുത്ത് വന്ന് താമസിക്കുന്ന നിങ്ങളുടെ മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാനാണ്. അപ്പൊ നമുക്ക് മോൻ പോലും ഉണ്ടാകാത്ത സമയത്താണ് അങ്ങനെ പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയത്ത് അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാമ്പത്തികം ഇല്ലല്ലോ. അപ്പൊ ഒരു ചെറിയ സ്കൂളിൽ ഒരു ഹിന്ദു നടത്തുന്ന ഒരു കുറച്ച് പൈസ കൊണ്ട് അവിടെ പഠിപ്പിക്കാം. CBSE സിലബസ് ആണ്, പക്ഷെങ്കിൽ അധികം പൈസ കൊടുക്കണം. അങ്ങനെയാണ് മോൻ 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു, മോളും 5ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ മോനെ പറഞ്ഞു, എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണ്ട, എനിക്ക് ഇവിടുന്ന് മാറണം, എനിക്ക് 7th ഡേ സ്കൂളിൽ പോകണം. ഞാൻ പറഞ്ഞു, മോനെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നീ പ്രാർത്ഥിക്കുക. അപ്പോ അവന്റെ പ്രാർത്ഥനയും വിശ്വാസവും അങ്ങനെ ദൈവം ചില അത്ഭുത വഴി തുറന്നിട്ട് എനിക്കൊന്ന് നാട്ടിൽ പോകാൻ പറ്റി. അങ്ങനെ ഒരു അത്ഭുത വഴി തുറങ്ങി അങ്ങനെ അവന് 7th ഡേ സ്കൂളിൽ പഠിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം മോള് 6ാം ക്ലാസ് കഴിഞ്ഞപ്പം അവിടെ അടുത്തൊരു സിസ്റ്റേഴ്സിന്റെ സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ അവളെ പഠിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് നമുക്ക് 7th ഡേയിലും നമുക്ക് പൈസ ഇളച്ചു തന്നു. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതകരമായിട്ട് ദൈവം അവരുടെ പഠനത്തിന് വേണ്ടി, അപ്പം നമ്മളെ നിന്ദിക്കുന്നവരുടെ മുന്നേ മാനിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ മോൾക്കും +2-ന് ആ സ്കൂളിൽ പഠിക്കാൻ ദൈവം അവസരം തന്നു. കാരണം ദൂരത്ത് അവരെ വിട്ട് പഠിപ്പിക്കാൻ ഞങ്ങളുടെ ഈ സാമ്പത്തികമില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ 2 പിള്ളേർക്ക് അവിടെ പഠിക്കാൻ ദൈവം അവസരം തന്നു. അതിനുശേഷം മോന് ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്നു.
അവിടെയെല്ലാം കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു. മോളിപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കണം. അതും ഞങ്ങൾക്കൊന്നുമില്ലാത്ത സമയത്തും ദൈവം അത്ഭുതകരമായ ചില വഴികൾ തുറന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ കുഞ്ഞു മോൻ ഞങ്ങളോട് കൂടെ തന്നെ ഇരിക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളിലും ദൈവവചനത്തിൽ പറയുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, കർത്താവ് ഈ കുഞ്ഞിനെ തന്നത് അല്പബുദ്ധികളെ പരിപാലിക്കുന്ന ദൈവം എന്നുള്ള വാക്യം ഉണ്ട്. എന്നാൽ ഈ ഇങ്ങനെ ഒരു ഡെലിവറി എന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ. അപ്പം അത് വിഷയം വേറെയാണ്. ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ അകത്ത് ഈ എഫ്രീമിനെ കുറിച്ച് പറയുന്നത്, അവൻ ബുദ്ധിയില്ലാത്ത മകൻ, സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിൽ എത്തിയില്ല, അതുകൊണ്ട് ബുദ്ധിയില്ലാത്തവൻ. അന്നേരം ഡിലേ ഡെലിവറി ആയിരുന്നു എന്റെ. അപ്പൊ ഒരു ദിവസം അങ്ങനെ ഒരു ഈ വാക്യം എന്റെ ഉള്ളിൽ തന്നു. വിഷയം വേറെയാണെന്ന് പറഞ്ഞാലും ആ ഡിലേ ഡെലിവറി എന്നുള്ള കാര്യവും ഈ ബൈബിളിലുണ്ട്. ബുദ്ധിയില്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് വന്നത്. എന്നാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുത്, ഇവിടെ തന്നെ നിന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിന്നെ ഈ ദേശത്താക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടെ നമുക്ക് ഇവിടെ ആയി തീരുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നൽകി തന്നു. അങ്ങനെ ഈ ദേശത്തെ അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ഫെബ്രുവരി 24-ാം തീയതി ഞങ്ങൾക്ക് 24 വർഷമായി. അന്ന് ഞങ്ങളുടെ ഒരു ചർച്ചിലെ വിശ്വാസിയുടെ കല്യാണമായിരുന്നു. അപ്പം എല്ലാരും കടന്നു വന്നു. ഇവിടെ പറയുന്നത്, ഞാൻ പ്രവാസി അല്ലെങ്കിൽ നടക്കുന്നവളായിരിക്കും, ഇവരെയൊക്കെ ആര് വളർത്തി ദൂരത്തുനിന്നും ചാരത്തുനിന്നും അനേക കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ കടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ നാട്ടില. അപ്പൊ നമ്മുടെ ഭവനത്തില് പലയിടങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങള് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ രക്ഷിക്കപ്പെട്ട് അവിടെ ഇവിടെ കല്യാണ സമയമായപ്പോ. അപ്പം ദൈവം ആ 24-ാം തീയതി തന്നെ ഒരു വിവാഹം ഇവിടെ നടക്കുവാനും നമ്മുടെ ചർച്ചിലുള്ളവർ നമ്മളെ ആദരിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി തീർന്നു. അപ്പൊ കർത്താവ് നടത്തിയ വഴികളെ ഓർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് ആർക്കും കടക്കാരനല്ല. അവന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകും. ഇന്നും എന്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിനെ ഉയർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ കഴിവുകളോ നമ്മുടെ അവസ്ഥകൾക്കോ അപ്പുറമായിട്ട് നമ്മളെ കർത്താവ് ഉപയോഗിക്കും. അവന്റെ ഒരു പ്രകാശമാക്കി നമ്മളെ തീർക്കും. ഹല്ലേലൂയ. നമ്മള് പ്രകാശമായിട്ട് ഒരു മറിഞ്ഞിരിക്കാനില്ല. ആ പ്രകാശം എല്ലായിടങ്ങളിലും പ്രകാശിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോ വഴികളിൽ കൂടെ നടത്തി ഉപയോഗിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ മുന്നേറുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. ദൈവദാസനും എന്റെ ഹസ്ബൻഡിനും അനേക സാക്ഷ്യങ്ങളുണ്ട്. ഞാനൊരു യുവിന്റെ മീറ്റിങ്ങിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോയ സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വചനം വെച്ചാണ് പ്രാർത്ഥിച്ചത്. ബർന്നബാസ്, അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവന്. കർത്താവ്, ഈ ലോകത്തിൽ എല്ലാറ്റിലും വിലയുള്ളതാണ് നിന്റെ വചനം, എനിക്ക് നിന്റെ വചനം മതി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദേവദാസനെ കർത്താവ് എനിക്ക് കൂട്ടി ചേർത്തു. ഈ ദേശത്ത് ഈ ജനത്തിന്റെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഇന്നും ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ, മാതാപിതാക്കൾ മദ്യപാനിയായ പിതാക്കന്മാരുള്ള ഭവനത്തിലെ അവസ്ഥകൾ, കുടുംബജീവിതം തകർന്നിരിക്കുന്നവർ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള മതിലുകളെല്ലാം കാണുന്നു, നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ തകർന്ന ഹൃദയത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന കർത്താവ്. എന്റെ പിതാവാണെങ്കിലും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. എന്നാലും യേശുവിനെ അറിഞ്ഞതിന് ശേഷം അനേക കുഞ്ഞുങ്ങൾ എന്റെ പിതാവിനുണ്ടായിരുന്നു, ഞങ്ങളെക്കാളും കൂടുതൽ മക്കൾ. അങ്ങനെ പിതാവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ രോഗിയായിട്ട് കിടക്കരുത്, എന്നെ വേറെ ആരും ശുശ്രൂഷിക്കുന്ന ഇഷ്ടമില്ല. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് മുഖാന്തരമാണ് എന്റെ പിതാവ് മരിക്കുന്നത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് എന്നെ മരിച്ചു. ഞങ്ങൾ ഇവിടെയാണ് വിവരം അറിയുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ അനേകരുടെ മരണമൊക്കെ നടത്തുന്നു. പക്ഷെ ഞാനോർത്ത് എന്റെ പിതാവിന്റെ ഡെഡ് ബോഡി എങ്ങനെയായിരിക്കും. പക്ഷെ ആക്സിഡന്റ് നടക്കുമ്പോൾ പുറകിൽ കൂടെ ഒരു ആംബുലൻസ് വന്നു. പിന്നെ നാരായണ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ്. അപ്പം എന്റെ അപ്പാപ്പന്റെ മോൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാബു പാസ്റ്റർ, അവരെല്ലാം കടന്നു വന്ന് ബോഡിയൊക്കെ നല്ലതായിട്ട് വെച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാണ് അവിടെ ചെല്ലുമ്പോൾ വളരെ മനോഹരമായ ഒരു
ഷവാഡൊക്കെ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് പപ്പായ്ക്ക് കൊടുത്തു. ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് വെച്ചാണ് അവരുടെ കുടുംബജീവിതം തകർന്നെങ്കിലും കർത്താവ് അവിടെ ആദരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അനേക വന്ന് വരുവാനിടയായി തീർന്നു. കാരണം പപ്പായ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുവാൻ തക്കവണ്ണം ഈ ആക്സിഡന്റ് മുഖാന്തരം സാമ്പത്തികമായി സഹായം ചെയ്യാനായിട്ട്, ഇൻഷുറൻസിൽ കൂടെ സഹായം ചെയ്യാനായിട്ട് ദൈവം അവസരം ഒരുക്കി. പപ്പായുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഈ ആക്സിഡന്റ് മുഖാന്തരമായിട്ട് ചില സഹായങ്ങൾ ചിലർക്ക്, അത് പപ്പായുടെ പേഴ്സണൽ കാര്യമാണ്, അത് സഹായിക്കാൻ ദൈവം അവസരം കൊടുത്തു. ഹല്ലേലൂയ. അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പപ്പായ്ക്ക് കിട്ടുന്നത് ഓരോ പാഴ്സനേജ് കൊണ്ട് കൊടുക്കും. ഒന്നും പപ്പയുടെ കയ്യിലില്ല. എന്നാൽ കർത്താവ് ഞങ്ങളെയും അത്ഭുതകരമായി നടത്തി. ദാസന്മാരെയും ദാസന്റെ മക്കളെയും നടത്തുന്ന കർത്താവിന്റെ വഴികളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിനെ ഉയർത്തുവാൻ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കുക, എന്റെ മമ്മി ഇതുവരെ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി. അനുഗ്രഹീതമേറിയ സാക്ഷ്യം. ജീവിതത്തിലെ അനുഭവങ്ങളെ ഖണ്ഡിക്കുവാൻ ആർക്ക് സാധ്യമല്ല. വേദപുസ്തകത്തിൽ വചനങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സമയത്ത് അത് നിവർത്തിക്കും. നമ്മൾ സഭാപ്രസംഗിയിൽ വായിക്കുന്നുണ്ട്, എല്ലാത്തിനും ഒരു കാലം, അല്ലേ? പെറുക്കുവാനൊരു കാലം, പണിയുവാനൊരു കാലം, പെറുക്കി കളയാനൊരു കാലം, പണിത് ഇടിച്ചു കളയാനൊരു കാലം. സ്തോത്രം. എല്ലാറ്റിനും ദൈവം സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, കർത്താവിന്റെ ദാസി തന്റെ ജീവിത അനുഭവത്തിലൂടെ നമ്മോട് പങ്കിട്ട അനുഭവ സാക്ഷ്യം ഇത് വെറും കഥയല്ല. ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഹല്ലേലൂയ അനുഭവങ്ങളാണ്. ഓരോ സമയത്തും ദൈവം ചെയ്ത്, ഇനിയും കർത്താവിന്റെ ദാസിക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം അനുഭവങ്ങൾ പറയുവാനുണ്ട്. അനുനിമിഷം ദൈവം നടത്തുന്ന വിധം ദൈവഭക്തന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. കാരണം ചുരുച്ചെടിയുടെ തണലിൽ മരണം മാത്രം ആഗ്രഹിച്ചു പോയി കിടന്ന ഏലിയാവിനെ ദൂതൻ ചെന്ന് തട്ടി ഉണർത്തി. ആരും കാണേണ്ടെന്ന് ചിന്തിച്ചാണ് ബർശേബ മരുഭൂമിയിൽ അങ്ങ് പോയി കിടന്നത്. പക്ഷെ നമ്മൾ എവിടെ പോയാലും എവിടൊക്കെ നിരാശപ്പെട്ടാലും നമ്മെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട്. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസിയുടെ അനുഭവ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഭാരത്തിലോ പ്രയാസത്തിലോ ആയിരിക്കുന്നുവോ? ജീവിതത്തിൽ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം, കരുതുവാൻ കഴിവുള്ളൊരു ദൈവം, മക്കളെ തന്ന ദൈവം, അവരെ വളർത്തുവാൻ, അവരുടെ ജീവിത ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുവാൻ എല്ലാറ്റിനും മതിയായവനാണ്. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. ഇതുവരെയും നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നതിന്. ഇന്ന് കർത്താവിൻ്റെ ദാസിയെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് പിന്നെയും നല്ല ഭാവി കൊടുത്ത് കർത്താവ് മാനിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആശംസിക്കുകയും ആമേൻ കർത്തദാസിയെ ആമേൻ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. ഈ നിമിഷകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരാമെന്ന്. നമ്മൾ പലപ്പോഴും ഭൗതികമായുള്ള നന്മകളെ നോക്കുമ്പോഴും ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഭൗതികമായ നന്മകൾക്കപ്പുറമായിട്ട് ഒരു നിത്യതയിലേക്കുള്ളൊരു പ്രവേശനം, ആമേൻ, ഇറ്റേണിറ്റി, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ എത്രയോ പ്രതികൂലങ്ങളെ തരണം ചെയ്തു തകർന്നു പോകാതെ നിൽക്കുവാൻ, അല്ലേ? അതാണ് കൃപയെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഫേസ്ബുക്കിലൂടെ അനേകർ കയറി ഇറങ്ങി ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇരുന്ന് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് ഫേസ്ബുക്ക് ലൈബ്രറിയിലുണ്ട്. നിങ്ങൾ കയറി കാണണം, കേൾക്കണം. മാത്രമല്ല, ഈ ആർക്കെങ്കിലും ഇങ്ങനെ എൻ്റെ അനുഭവം കൂടി പങ്കിടണം എന്ന താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഈ ചാനലിലേക്ക്, എൻ്റെ ഇത് പേഴ്സണൽ ആയിട്ടുള്ളതാണ്, അതിലെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക,
ഒരു ഫോളോവർ ആയിട്ട് നിങ്ങൾ മെസ്സഞ്ചറിലേക്ക് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുനിമിഷം നമ്മോടൊത്ത് കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെയും ഉത്തരവാദിത്തമാണല്ലോ. എത്രയോ കഷ്ടങ്ങളും എത്രയോ പ്രയാസങ്ങളും ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ, ദാഹം ജലത്തിന് ദാഹിക്കുമ്പോൾ ജലം കിട്ടാതെ വരുമ്പോൾ വരളുന്നത് പോലെയാണ് ഓരോ പ്രയാസങ്ങൾ. ആരോടും പറയാനില്ല. ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, ഒറ്റപ്പെട്ട ഏരിയയിൽ കോമ്പൗണ്ട് ഹോൾ ഇല്ലാതെ ജീവിച്ച അനുഭവങ്ങൾ, ഇതൊക്കെ അത്ര ഈസി അല്ല നോർത്ത് ഇന്ത്യയിൽ. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ മരിച്ചു കുണിച്ച് ഓരോ ഏരിയകളിൽ പോകുന്ന വ്യക്തിയായിരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, മാത്രമല്ല ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി CF-ലൂടെ കർത്താവിനെ അറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. ഞാനും അതിലൂടെയാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച. ഞാനും ഒരു എൻ്റെ ട്രെയിനിങ് എടുത്ത ആളാണ്. അതിൻ്റെ സ്റ്റാഫായിട്ട് 87, 88, 90 കാലയളവ് വരെ ഞാനും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം ഗുഡ് ന്യൂസ് ക്ലബ്ബുകൾ നടത്തിയിട്ടുണ്ട്. വളരെ അഭിമാനം തോന്നുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കാശ്മീരിൽ പോയി പ്രിയാങ്കലിന്റെ കാര്യമൊക്കെ പറയുവാനിടയായല്ലോ. അവരൊക്കെയുമായിട്ട് കണക്ട് ചെയ്യാനും എനിക്കും അവിടെ ഒക്കെ പോയി വർക്ക് ചെയ്യുവാൻ ഒക്കെ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ദൈവം നമ്മളെ അയക്കുന്നതിൻ്റെ പിൻപിൽ വലിയ ഉദ്ദേശ്യമാണ്. സിസ്റ്ററെ, നമുക്ക് ഭാഷ ഇല്ല എന്നുള്ളതല്ല. ആമേൻ. നമുക്ക് വായു വിസ്താരത്തെ തുറന്ന് നിറയ്ക്കുന്നത് ആക്ഷനിൽ കൂടി കർത്താവിനെ ഉയർത്താൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. എത്ര വലിയവനാ, വിശ്വസ്തനാ കർത്താവ്. ഞാൻ വളരെ അഭിമാനിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്. ആമേൻ. അനുഗ്രഹീതനായ കർത്തദാസിനെയും കർത്താവ് തന്നല്ലോ. ഒരുമിച്ച് കർത്തദാസിനെയും ആമേൻ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രേക്ഷകരെ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങള് അങ്ങയുടെ അഭിഷിക്തി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. കർത്താവെ, താൻ വളർന്നു വന്ന സാഹചര്യം അല്പം പ്രതികൂലമായിരുന്നുവെങ്കിലും കർത്താവെ, അനേകരെ താങ്ങുവാൻ, അനേകർക്ക് ആശ്വാസമാകുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇന്നും ദൈവാത്മാവേ, ഒരു കൂട്ടം ആൾക്കാർക്ക് കർത്താവെ ഒരാശ്വാസവും തണലുമായ കുടുംബത്തെ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങളെ 3 പേരെയും ഞങ്ങൾ ഈ നിമിഷം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇളയ പൈതലിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാറ്റിനും അങ്ങയുടെ പിൻപിൽ ഒരു പദ്ധതിയുണ്ട് കർത്താവേ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അങ്ങയുടെ ദാസിയെ അനുഗ്രഹിക്കണം. തൻ്റെ ദാസിനെ അനുഗ്രഹിക്കണം. ദൈവസഭയെ മാനിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഒത്തുചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. കുടുംബമായിട്ട് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.